ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ട് മൂന്ന് ആഴ്ച ഈ മാവിയും അതുപോലെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പാത്തിലൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതൊക്കെ ഒരാൾക്കാണ് ഇതൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന എനിക്കറിയില്ല. സ്ഥലപ്പേര് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് കുറച്ച് കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നശിച്ചിട്ടുണ്ട്. എത്ര പേരുടെ ജീവനാണ് ഈ കുത്തൊഴുക്കിലൊക്കെ പോയത് ഒരു എത്ര മക്കളാണ്, എത്ര മക്കളുടെ ജീവനാണ് ഈ കുത്തിയൊഴുക്കിലൊക്കെ പോയത്. അറിയോ? നിങ്ങൾക്കത് അറിയില്ല. നിങ്ങൾ 24 മണിക്കൂർ ഇരിക്കുന്ന ടീംസാണ്. അത് 100-50% പേര്, ബാക്കിയുള്ള 50% പേര് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ സ്ഥലത്തൊക്കെ ഈ നല്ല മനുഷ്യരൊക്കെ സംഭവം ഉണ്ടായടിക്ക് അവരെന്ത് ചെയ്തു? ഫയർഫോഴ്സിന് പോലീസുകാരൊക്കെ വിളിച്ച് ഒരപ്പനെ വന്ന് ഈ സംഭവ സ്ഥലത്ത് ഒരു വണ്ണ കാഴ്ച എന്താണെന്നറിയാം. ജീവനാണ് നഷ്ടപ്പെട്ട് പോയത്. മണ്ണിലേക്ക് തന്നെ അവർ പോയി. അത്ര വിഷമുണ്ട് എനിക്ക്. എത്ര പേരുടെ ജീവനാണ് ഈ കുത്തൊഴുക്കിലൊക്കെ പോയത്. ആ സംഭവം നിങ്ങളവിടെ ആണെങ്കിൽ എന്താ അവസ്ഥ? ആ സംഭവം നിങ്ങളുടെ അവിടെ ആണെങ്കിൽ നിങ്ങളെയും കൊണ്ടുപോകും. കാരണം അത്രയും അതിശക്തമായിട്ടുള്ള ഒഴുക്കും ഉരുൾപൊട്ടലാണ് നടന്നു നീങ്ങിയത്. അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ ഉയർന്ന പ്രദേശം വരുന്നല്ല, വരും. അത് ദൈവത്തിൻ്റെ നിശ്ചയം മാത്രമല്ല, ഈ വള്ളത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും ഈ ഉയർന്ന ശക്തി അനുസരിച്ചിരിക്കും ഈ കുത്തിയൊഴുക്കും ഉരുൾപൊട്ടലും വെള്ളപ്പാത്തിലൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് വിഷമങ്ങൾ ഉണ്ട്. കാരണം ഞാൻ ഇതൊക്കെ അറിഞ്ഞത് ന്യൂസ് ചാനലിലും പത്രങ്ങളിലൊക്കെയാണ്. ഞാൻ പത്രം വായിക്കാറില്ല, പണ്ട് വായിച്ചിരുന്നു, ഇപ്പോൾ വരുത്തുന്നില്ല. കാരണം പുതിയ ഇതാണ്, എല്ലാവരും ഇപ്പോൾ ഓൺലൈനിലാണ് ഈ വായനയൊക്കെ. പത്രം വരുത്തണം, കാരണം പത്രം നല്ലതാണ്. ഞാൻ 24 മണിക്കൂർ വീടിനുള്ളിൽ കഴിയാണ്. പുറത്തേക്ക് ഞാൻ കടക്കാറില്ല. ഇനി ഞാൻ പുറത്തേക്ക് നടക്കണം. കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്തെങ്കിലും പുറത്ത് തന്നെ നടക്കണം. അല്ലാണ്ട് വീടിനുള്ളിൽ ഇരുന്നിട്ട് കാര്യമില്ല. പുറത്ത് നടന്നാലേ പുറത്തെന്താന്ന് നടക്കുന്നതെന്ന് അറിയുള്ളൂ. അല്ലാണ്ട് 24 മണിക്കൂർ വീടിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്ത് എന്താണ് നടക്കണമെന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് പറയും. അതുകൊണ്ട് പുറത്ത് നടക്കുന്ന പുറത്തത്തെ അവസ്ഥ അത് എന്താണെന്ന് പറയണമെങ്കിൽ പുറത്തേക്ക് തന്നെ നടക്കണം. എന്നാലേ എന്തൊക്കെ നടന്നെന്ന് അറിയാൻ പറ്റൂ. മനസ്സിലായി നിങ്ങൾക്ക്? ഇതുപോലെ എത്ര മക്കളുടെ ജീവനാണ്
ഈ കുത്തെടുക്ക് കൊണ്ടുപോയത്. പിന്നെ ഇവിടേക്കൊക്കെ കുത്തെടുക്ക് നീട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്നവരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ വീട് പണിയുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്, അവരോട് പ്രത്യേകിച്ച് അതൊക്കെ ആവാം അത്യാവശ്യത്തിന്. പക്ഷെ ഇതൊരു ദിവസം വീണ്ടും ഇത് ഈ കുത്തൊഴുക്ക് തന്നെ വീണ്ടും കൊണ്ടുപോകും. വെറുതെ നിങ്ങൾ കാശ് കൊടുത്തിട്ട് വെച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് വെക്കാണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലത്. അതൊക്കെ നിങ്ങളുടെ സ്വപ്നത്തിൽ ഇത് വയ്ക്കുക. അല്ലാണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ഇനി വരുന്ന കുട്ടികൾക്ക് വീണ്ടും അതൊക്കെ കൊണ്ടുപോകും, കുട്ടികൾക്കൊക്കെ. അതുകൊണ്ട് പറയാണ്, പുതിയ പുതിയ സംഭവം ഇനി വേണ്ട, എല്ലാം പഴയത് തന്നെ മതി. പഴയ വീട്, പഴയ സെറ്റപ്പ്. പിന്നെ വീടിനെ ഉറപ്പിച്ച് നിർത്താനുള്ള കാര്യം മാത്രമേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ, വേറെ ചിന്തിക്കരുത്. കാരണം വീട് ഈ കുട്ടികൾക്ക് തന്നെ കൊണ്ടുപോകാനുള്ള. അതുകൊണ്ട് വേറെ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. ഇങ്ങനെ പണ്ടത്തെ വീട് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വീട് വയ്ക്കുക. നിങ്ങളെ ചോയ്സ് പുതിയ ഡിസൈനിൽ വീട് വയ്ക്കണം, പുതിയ സാധനം വയ്ക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ വെക്കണ്ടെന്നാണ്. കാരണം വീണ്ടും ഈ കുട്ടികൾക്ക് കൊണ്ടുപോകാനുണ്ടാകാം. ഇതെൻ്റെ പറയാണ്. എൻ്റെ മറുപടി ഇതാണ്, അരിക്കുന്നതാണ്. നിങ്ങളുടെ വീടിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ അത് നിങ്ങളുടെ ചോയ്സാണ്. എനിക്ക് ചെയ്യണമെന്നല്ല ചെയ്യാം. കാര്യം നിങ്ങളുടെ മക്കൾ കുഞ്ഞു മക്കളുടെ കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ കാര്യം നോക്കണോട് കൂടിയിട്ട് നിങ്ങൾ അവരുടെ കാര്യം നോക്കണം. അവർ ഒരു ലൈറ്റ് പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടെ ഇല്ലെങ്കിൽ നമ്മളില്ല, നമ്മളില്ലെങ്കിൽ അവരില്ല. ഇവിടെയാണ് അവരുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അവരോട് നിങ്ങൾ പറയണം, ഈ ഒരു പൊട്ടലും ഇടിമിന്നലും ഇടിവെട്ടൊക്കെ നടക്കുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്തല്ലാണ്ട് വേറെ എവിടെയും പോകരുതെന്ന് പറയണം. കാരണം ഈ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്കറിയാണ്ട് കഴിഞ്ഞാൽ പ്രശ്നം. കാരണം നിങ്ങളത് സമയത്ത് അവരെ ഈ കുട്ടികൾക്ക് കൊണ്ടുപോകും, പുതിയതൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ മക്കളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു ഒരു കാര്യമില്ല. നിങ്ങൾ മക്കളെ നോക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളൊക്കെ. എന്നാൽ അതിനുശേഷം അയ്യോ ഒരു കാര്യമില്ല. അവർക്ക് പോയിട്ട് പറയാണ്, കുട്ടികളൊക്കെ വിദേശത്ത് നിന്ന് നിയന്ത്രിക്കുക. സ്ഥലത്ത് പോവായിരിക്കോ അമ്മയ്ക്കും അച്ഛനും നിങ്ങളെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളും ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അച്ഛനും നീ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് പറയാൻ സ്ഥലത്തും ഇതുപോലെ നടക്കുന്ന സമയത്ത് പൂവരിക്കെന്ന് പറയാം. അവരുടേതായിട്ടുള്ള രീതിയിൽ പറയാം, നോക്കാൻ വരുന്നു പറയാം. നമ്മളൊക്കെ നോക്കാൻ വരുന്നു പറഞ്ഞാൽ ഒരിക്കലും അവിടേക്ക് പോവില്ല, നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കും. കുട്ടികളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ചെറിയ
ട്രിക്ക് യൂസിനൊന്നുമല്ല. കാരണം കുഞ്ഞുങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട, അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സംഭവം ചെയ്ത് നോക്കണമെന്നല്ല. മനസ്സിലായോ? കുട്ടികളോട് ഈ സമയം കിട്ടുമ്പോൾ കൂടുതലായിട്ട് അവരോട് പറഞ്ഞ് ഉപദേശിക്കുക. ഇങ്ങനെ ഒരിക്കലൊന്ന് പോകാണ്ട് ഇരിക്കുക. പോകാണ്ടിരിക്കുകയല്ല, സോറി, ഈ ഒരിക്കലൊന്നും അവരോട് പറയുക, പോകരുതെന്ന് പറയുക. എന്തെങ്കിലും വല്ല മണ്ണൊലിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടേക്കൊന്ന് പോകരുതെന്ന് പറയാം. അച്ഛനും ഇന്നത്തെ സമയത്ത് നിങ്ങൾ പുറത്തേക്ക് കടക്കടിക്കുമെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പോകരുതെന്ന് പറയാം. അച്ഛനും അമ്മയുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുമെന്ന് പറയാം. മനസ്സിലായോ? അവരൊരു ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇനിയും അടുത്ത സ്ഥലത്ത് ഈ മണ്ണൊലിക്കൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് ആണ് ഇനി നാശനഷ്ടം ഉണ്ടായത്. ഞാനിപ്പോൾ അറിഞ്ഞത് ടി വിയിലും പത്രങ്ങളിലൊക്കെ. പത്രം ഇവിടെ വരുത്തുന്നില്ല, പക്ഷേ മൊബൈൽ ഫോണിലും ടി വിയിലൊക്കെയാണ് ഞാൻ ഓരോരോ ന്യൂസ് അറിയണം. എനിക്ക് ഈ ന്യൂസിനോട് വലിയൊരു ഇഷ്ടമാണ്. കാരണം എനിക്ക് ന്യൂസ് വായിക്കാനും അറിയാനും കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു ന്യൂസ്. എനിക്ക് ന്യൂസിനോട് ഭയങ്കര താല്പര്യമാണ്. അത് ഏത് ഭാഷയിലുള്ള ന്യൂസ് ആകട്ടെ, എനിക്ക് ന്യൂസിനോട് ഭയങ്കര താല്പര്യം. കാരണം ഈ ന്യൂസ് ഉണ്ടാകാനാണ് എനിക്ക് പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അറിയാൻ പറ്റില്ല. കാരണം പേപ്പർ വരുത്തുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ ഇതൊക്കെ വായിച്ചും കണ്ടും അറിയുമ്പോഴാണ് നമുക്ക് എന്തരം പറ്റിയപ്പോൾ പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. നമ്മൾ ബന്ധുക്കൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെ അപകടം എന്തെങ്കിലും പറ്റിയില്ലെന്ന് അറിയണമെങ്കിൽ ഇതൊക്കെ വായിച്ചാലേ അറിയാൻ പറ്റും. വാട്സപ്പിൽ ഉണ്ട് ന്യൂസ്, അങ്ങനെയൊക്കെ വായിച്ചാലേ അറിയാൻ പറ്റും. അല്ലെങ്കിൽ അറിയാനേ പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് കുഞ്ഞുമക്കളോടും നിങ്ങളോടൊക്കെ, ഈ കുട്ടികൾക്കൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ പരമാവധി അങ്ങോട്ട് പോവാണ്ടിരിക്കുക. പിന്നെ 100% അതിൽ 50% പേര് മടി പിടിച്ച് വീടിനുള്ളിൽ ഒരു പണി ചെയ്യാത്തവരുണ്ട്. അങ്ങനെ ജീവിക്കുന്നവർ, അവരുടെ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ദിവസം ഇങ്ങനൊരു സംഭവം ഉണ്ടാകും, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴാണ് നിങ്ങളുടെ ജീവൻ്റെ വില പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും. പറയുന്നത് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചെടുത്തില്ലേ? അവളുടെ ജീവൻ ബലി കൊടുത്തിട്ടാണ് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചെടുത്തത്. അപ്പോൾ പണിയൊന്നും ചെയ്യാണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പറയാണ്, നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങുക. നിങ്ങളുടെ ജീവൻ കൊടുത്തിട്ട് മറ്റുള്ള ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുക. മറ്റുള്ളവരുടെ ജീവൻ, നിങ്ങളുടെ ജീവൻ പേടി കൊടുത്തിട്ട് എന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ചെടുക്കുക. നല്ലൊരു കാര്യമാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ, ചില അപകടകരമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ നോക്കി കണ്ട് നിൽക്കല ചെയ്യേണ്ടത്. നിങ്ങൾ അവരെ എന്ത് ചെയ്യുക?
നിങ്ങളുടെ ജീവൻ ബലി കൊടുത്തിട്ട് അവരുടെ ജീവൻ രക്ഷിച്ചെടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് ചെയ്യും. മനസ്സിലായി? അപ്പോൾ പറയാവിടെ പരമാവധി നിങ്ങൾ വീടിനുള്ളിൽ കഴിയാണ്ട് പുറത്തേക്ക് നടന്ന് നീങ്ങുക. നോക്കുക പുറത്ത് എന്താണെന്ന് നടക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് ആരെങ്കിലും വല്ല അപകടത്തിൽ അങ്ങനെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ ജീവൻ സംരക്ഷിച്ചെടുക്കുക. നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ കഴിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്ര പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ അത്രയും പേരുടെ ജീവൻ കഴിയാവുന്നത് ഒന്ന് സഹായിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവൻ ബലി കൊടുത്തിട്ട് അവരുടെ ജീവൻ രക്ഷിക്കുക. അവർ തിരിച്ചിങ്ങോട്ട് ചെയ്യും. അറിയോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ സന്ദർഭം ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പിന്നെ ഫയർഫോഴ്സിനൊക്കെ വിളിക്കാണ്ടിരിക്കല്ലേ വേണ്ടത്. അവരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. അവർ വിളിക്കുക, എന്ന സ്ഥലത്ത് അവരോട് പറയാം സംഭവം കറക്റ്റായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുക. അവരുടെ നമ്പർ മേടിക്കുക. പിന്നെ പോലീസുകാരൊക്കെ വിളിക്കുക. അപ്പോൾ അവരുടെയൊക്കെ സഹായം ഉണ്ടായാലേ നിങ്ങൾക്ക് മറ്റുള്ള ജീവനെ രക്ഷിക്കാനേ പറ്റാതെ അല്ലെങ്കിൽ തന്നെ രക്ഷിക്കാൻ പറ്റും. അത് ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ രക്ഷിച്ച് എടുക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ പറയാണ്, മഴവെള്ളപ്പാത്ത് ഭീമനാണ്. അത് വർഷത്തിൽ 1-2 പ്രാവശ്യം വരുന്ന സംഭവമാണ് ഈ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും മഴവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്കമൊക്കെ. അത് വന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അത് വന്നു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പൊക്കോളും. അത് വരും, പോവും. അത് വരട്ടെ, വന്ന് പോട്ടെ. നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോവാൻ വേണ്ടിയിരുന്നാൽ മതി. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അത് നിങ്ങൾ ചെറിയ മക്കളോട് പറയാം. അവിടേക്കൊന്ന് പോവരുന്നവരെ അങ്ങനെ നല്ല കാര്യങ്ങൾ കുഞ്ഞുമക്കളോട് ഉപദേശിച്ച് കൊടുക്കുക. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഏതൊക്കെ സ്ഥലങ്ങളിപ്പോൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിയാമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അങ്ങനെ എഴുതി വിടുക. എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എവിടെയൊക്കെയാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചതെന്നൊക്കെ. അങ്ങനെ ആരെങ്കിലും അറിയാമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ എഴുതി വിടുക. അപ്പോൾ ഞാനത് അവർക്ക് വേണ്ടി ഞാൻ അവരുടെ പുനർജീവിതത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പുനർജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരുടെ കാര്യങ്ങൾ ഓർത്ത് നിന്ന് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക.